പ്രിയപ്പെട്ട നമസ്കാരം. നമ്മുടെ ലൈഫ് സ്റ്റോറിയിലെ ഏകദേശം 38ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ള വിഷയം എൻ്റെ സാമൂഹിക വീക്ഷണങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളും അതിൻ്റെ പ്രവർത്തികളുമാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ചിന്തയിലേക്ക് ഓടി വന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരുപക്ഷെ തെറ്റായിരിക്കാം, ഒരുപക്ഷെ ശരിയായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് എഴുതുക. കാരണം എൻ്റെ തെറ്റിദ്ധാരണകളും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, എൻ്റെ അറിവുകേടാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ ശ്രമിക്കുക. എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഞാനൊരു പ്രത്യേകം ഒരു പാർട്ടിയിലും ഇന്ന് വരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടില്ല, അതിൻ്റെ പ്രചാരണത്തിന് പോയിട്ടില്ല. ഞാനിപ്പോൾ എല്ലാം നോക്കുന്നത് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരെയോ തന്ത്രിമാരെയോ അല്ല. ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള കുറച്ച് നല്ല വ്യക്തികളെയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് ഒരു പാർട്ടി വളർത്തുന്നതും അതിൻ്റെ അണികളാണ് നമ്മുടെ നാടിൻ്റെ സേവനങ്ങൾ ചെയ്യുന്നതും. അതേപോലെ തന്നെ ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് ഒരു പാർട്ടി വളരുകയും സമൂഹത്തിൽ ഉപകാരം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ വ്യക്തി, ഇപ്പം ഞാനായിരിക്കാം ഒരു പ്രവർത്തകൻ, അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളിൽ സ്വീകാര്യത നേടുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പം ഇലക്ഷനാണ്, ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. അത് വിവിധ തരം പാർട്ടികളുമുണ്ട്. BJP ഉണ്ട്, SDP ഉണ്ട്, അതേപോലെ തന്നെ PDP ഉണ്ട്, പിന്നെ UDF, LDF, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷേ എല്ലാവരും ശുദ്ധരാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ശുദ്ധമായി ഭരിക്കാൻ പറ്റത്തുമില്ല. കാരണം ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന സേവനങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അഴിമതികൾ എല്ലാ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആരും നല്ല പിള്ളയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ പാർട്ടിയിൽ നിന്നും നമ്മൾ നിരന്തരമായ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർ പല മെത്തേഡുള്ള ആൾക്കാരാണ്. സേവനം മാത്രം ആഗ്രഹിച്ച് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരു കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ESK പോലുള്ള അധികാരം കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അതും എത്രയോ വർഷങ്ങൾ, 51 അത്രയും വർഷങ്ങൾ പാർട്ടിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച, സമൂഹത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച കുറച്ച് ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പാർട്ടിക്ക് മുഖ്യമായൊരു വില കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പാർട്ടി എന്നത് ഏത് നിമിഷവും ചിലപ്പോൾ സ്വാർത്ഥമായ ചിന്താഗതികൾ വന്ന് അതിൽ കൊള്ള നടത്തപ്പെടാനും സമൂഹത്തിന് വലിയ രീതിയിലുള്ള നഷ്ടവും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി അവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് പറയുന്നത്, എൻ്റെ സമൂഹത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, LDFൻ്റെ പ്രവർത്തകരുണ്ട്, BJPയുടെ പ്രവർത്തകരുണ്ട്, പിന്നെ PDP, അതേപോലെ തന്നെ SDPI, അങ്ങനെ ഒരുപാട് പാർട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളെ സേവനം ചെയ്യുക, നമ്മുടെ രാജ്യത്തിന് പുരോഗതിയിലേക്ക് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വാർഡ് മെമ്പറിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടും ഉള്ള ജനസേവന സ്ഥാപനങ്ങളും വ്യക്തികളും. വാർഡ് മെമ്പർ, അതേപോലെ തന്നെ നമ്മുടെ MLA, അതേപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ്, ഇതൊക്കെയാണ് നമ്മുടെ തൊട്ടടുത്ത പരിസരങ്ങളിൽ എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ലാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചുമതലപ്പെടുത്തിയിട്ടുള്ളവരും ചുമതല സ്വയമേ ഉണ്ടാവേണ്ട വ്യക്തിത്വങ്ങളും. അപ്പോൾ ഇവിടെ പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മതം നോക്കി അവരുടെ പ്രശസ്തിക്കും വളർച്ചയ്ക്കും വേണ്ടി മാത്രം ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് അത് ഉണ്ടാക്കി, അത് പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ സേവനം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ബോർഡർ എൻ്റെയാണ്, അപ്പുറത്ത് ഒരു ഫുള്ള് ബോർഡർ, ഒരു റോഡ് ഉണ്ടെങ്കിൽ പകുതി കൊണ്ടുവന്ന് അവിടെ നിർത്തും, അത് ഞാൻ ചെയ്തതാണ്, അപ്പുറത്തത് മറ്റേ പാർട്ടിക്കാരുടെയാണ്, അവരെനിക്ക് വോട്ട് തന്നില്ല, അതൊന്നും ഞാൻ ആ ഒരു വഴി ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലേക്കാണ് നമ്മളുടെ ഈ ഒരു സേവനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഓരോ പാർട്ടിക്കാരും എല്ലാവരുടെയും വീട്, അത് കണ്ടമായിക്കോട്ടെ, കുളമായിക്കോട്ടെ, ഇനിയിപ്പോൾ എവിടെ ആയിക്കോട്ടെ, മലകളായിക്കോട്ടെ, അവിടെ എല്ലാം കയറി വന്ന് നിങ്ങളെടുക്കുക ഒരു വോട്ട് ചോദിക്കുന്നു. ഈ വോട്ട് ചോദിച്ച് അവർ സർവ്വ പ്രതീക്ഷയും വെച്ച് ചിലപ്പോൾ അന്ന് വരെ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് വീട്ടിൽ വന്ന ആ ഒരു വിനയം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് തരികയാണ്. പക്ഷേ നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് പിന്നീട് ഈ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ആ ഒരു മനുഷ്യനെ കണ്ടാൽ പരിചയം പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. എല്ലാവരും പറയുന്നതാണ്, പൊതുജനങ്ങളെല്ലാം പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടി സേവകന്മാരോട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരുടെ പറയാനുള്ള എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ അത്യാവശ്യം മുസ്ലിം മതങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കാം, ഹിന്ദു മതങ്ങളിലെ അമ്പലത്തിൻ്റെ പരിപാടികൾ ഉണ്ടായിരിക്കാം, ക്രൈസ്തവർ ഉണ്ടായിരിക്കാം. അതാണ് നമ്മുടെ മത സാഹോദര്യത്തിൽ, നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തെ സുന്ദരമാക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഐക്യമാണത്. അപ്പോൾ ഈ ഒരു ഐക്യത്തിൽ അവർക്ക് സ്വസ്ഥമായി അമ്പലത്തിലെ ഒരു പള്ളിയുടെ പരിപാടിയാണെങ്കിലും, ഒരു അമ്പലത്തിൻ്റെ പരിപാടിയാണെങ്കിലും, അതിൻ്റെ പുരോഗമനമാണെങ്കിലും അവരുടെയൊക്കെ ചേർന്ന് നിൽക്കുക എന്നുള്ളത്
അവിടെ പലപ്പോഴും ഇന്ന് മതവും പാർട്ടിയുമൊക്കെ വേറൊരു തലത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ അവരെ മോശം പറയുന്ന, അല്ലെങ്കിൽ അവർക്കിട്ട് പാര പണിയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും അത് ജനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ളത്, ഈ ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ വാർഡിൽ എത്ര വീടുകളുണ്ട്, ആ വീടുകളിലുള്ള ആൾക്കാരുടെ ജോബ് എന്താണ്. ചിലപ്പോൾ ഞാനൊരു കലാകാരനാണ്, ഞാൻ അത്യാവശ്യം സിനിമയ്ക്കും അതിനൊക്കെ പോകുന്നത്, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ കലാകാരന്മാർ. ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ബാബുണ്ണനും അതിനാട് ശശിയേട്ടനും പിന്നെ ഒരു കീബോർഡിസ്റ്റ് ഉണ്ട്, അങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വാർഡിലൊരു മനുഷ്യനാണ് ഞാനും, ഒരു വ്യക്തിയാണ്. അവനും പാഷനുണ്ട്, അവനും ആഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും ഇല്ല എങ്കിലും. അപ്പം നമ്മൾ വാർഡ് മെമ്പർമാരൊന്നും ചിലപ്പോൾ അതിന് പ്രാധാന്യം നൽകില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും പ്രാധാന്യം നൽകുകയും അതിന് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള സപ്പോർട്ടുകളും കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലത് വെള്ളക്കുഴിയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, ചിലത് ജോബില്ലാത്ത ആൾക്കാരുണ്ട്, പലരും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ 4 തലത്തിലും, ആരോഗ്യ തലത്തിലും വിദ്യാഭ്യാസ തലത്തിലും മറ്റെല്ലാ തലങ്ങളിലും ഒരുപക്ഷെ സർക്കാർ 100 രൂപ മേടിച്ചിട്ട് 50 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണം, അത് ഏത് മനുഷ്യൻ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായും വാർഡ് മെമ്പർ, നമ്മളുടെ ജനപ്രതിനിധികൾ, വില്ലേജ്, പഞ്ചായത്ത് എന്നിവയ്ക്കുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ അനുഭവിക്കുന്ന ഒരു 2-3 പ്രോസസ്സ് ഞാൻ പറയാം. എൻ്റെ വാർഡിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. പണ്ട് മുതലേ ഞങ്ങൾ വോട്ട് ചെയ്യും, പലർക്കും വോട്ട് ചെയ്യും. അത് ഇന്ന ആളിന് വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യും. അതങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാനത് മാക്സിമം വീക്ഷിക്കുകയാണ്. കാരണം ഞാൻ ഈ പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പാർട്ടികളിയാണ് എന്ന് പറയാൻ കാരണം, ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലൈഫുണ്ട്, പാർട്ടിക്കാരുടെ കൂട്ട് തന്നെയും നമ്മൾ ഓരോരുത്തരുടെ കൂട്ടും ഫാമിലിയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സമൂഹമുണ്ട്, എല്ലാവരും ഉണ്ട്, ജീവിതമുണ്ട്. അവരുടെ വിലപ്പെട്ട ഒരു ജീവിതം ഒരു സംശയ നിഴലിൽ പിടിച്ചകത്തിടുകയും വർഷങ്ങൾ അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുകയും ചെയ്തു. അദ്ദേഹം PDPയുടെ ഒരു പാർട്ടി പ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഉന്നതയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ അന്ന് നോക്കുന്നത്, നമുക്ക് LDF ഉണ്ട്, UDF ഉണ്ട്, അതേപോലെ തന്നെ BJPക്കാരുണ്ട്, അതേപോലെ തന്നെ SDP ഉണ്ട്. ഇവരൊന്നും ഈ പറയുന്ന ഒരു മുറവിളി കൂട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് അഹോരാത്രം കഷ്ടപ്പെട്ട് അതിനുവേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവിടുത്തെ ചിന്തകൾ PDP എന്ന് പറയുന്ന ഒരു വോട്ട് അദ്ദേഹത്തിലൂടെ കുറേ കിട്ടാനുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ ഇവിടെ ആ സ്ഥാനമാനം കുറയും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഞാൻ വീക്ഷിച്ച രീതിയിൽ എനിക്ക് കിട്ടിയ ഉത്തരം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി എത്രയോ നാൾ പോയി. അപ്പം അങ്ങനെ ആവരുത്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരിക്കാനുള്ള ചാൻസ് 90%. ഞാൻ എൻ്റെ വിഡ്ഢിത്തോ പൊട്ടത്തരോ എന്തെങ്കിലും ആണെങ്കിൽ ക്ഷമിക്കുക, തിരുത്തി തരിക എന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യനെ അക്രമം ചെയ്യുക, അല്ലെങ്കിൽ അവൻ്റെ മതങ്ങളെ കളിയാക്കുക, അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാർ വരുമ്പോഴും നമ്മുടെ സമൂഹത്തിന് വിപത്തായിട്ട് വരും. കാര്യം അതൊക്കെ സ്വാർത്ഥ ചിന്താഗതികളാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടാത്ത ഒരു സംഭവം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അക്രമം, അതേപോലെ തന്നെ അസഭ്യം പറയുക, പിന്നെ അതേപോലെ തന്നെ കൊലപ്പെടുത്തുക, മറ്റൊരുവൻ്റെ ആചാരത്തിൽ കൈകടത്തുക എന്നൊക്കെ പറയുന്ന, അത് ഏത് പാർട്ടി കാണിച്ചാലും, ഇപ്പം LDF എന്നെ കാണിച്ചത്, അതായത് പിണറായി വിജയൻ സാർ തന്നെ കാണിച്ചത് തീർച്ചയായിട്ടും തെറ്റാണ്. ഞാനൊരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ശബരിമലയിൽ ഏകദേശം കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു ക്ഷേത്രമാണ്, അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആചാരമാണ്. ആ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ചുമതലയായിരുന്നു തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാരിനുള്ളത്. അത് സംരക്ഷിക്കപ്പെടേണ്ടതിന് പകരം കോടതി എങ്ങനെ പറഞ്ഞാലും കോടതിയിൽ പിന്നെ അത് സ്റ്റേ കൊടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങളുമാണ് ചെയ്തു കൊടുക്കേണ്ടത്. കാരണം അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. കോടതി അങ്ങനെ പറയാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് രാഷ്ട്രീയ തലത്തിലും പിന്നെ കോടതി തലത്തിലും, അല്ലെങ്കിൽ നിയമത്തിൻ്റെ എല്ലാ നൂലാമാലകളും പല കളികളും കളിച്ചിട്ട് ഇലക്ഷൻ വരെയും നമ്മൾ കണ്ടു പലയിടത്തും അട്ടിമറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഒരു പ്രോസസ്സൊന്നും ആർക്കും കണ്ടതുമില്ല. എടുത്തു കാണിച്ചു എന്നെങ്കിലും അതിൻ്റെ ഒരു സത്യാവസ്ഥയോ അതിൻ്റെ നീതിയിലേക്കൊന്നും ആർക്കും എത്തിച്ചേരാനെത്തില്ല. അത് പരിപൂർണമായി അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് തെളിയിക്കാൻ നമ്മുടെ നിയമ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികൾക്കൊന്നും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ സത്യം തുറന്നു പറയുന്നവൻ എന്നും ശത്രുവായിരിക്കും. കുറച്ച് ആൾക്കാർ സത്യം പറയാൻ മടിക്കും. കാരണം എന്താണ്? ഒന്നെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു വിഹിതം പറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം,
അല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനമാനം ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ലാഭങ്ങൾ, എനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു, ഇനി ഞാൻ വോട്ട് ചെയ്തു, ഞാൻ ഇത്രയും നാൾ പ്രസ്ഥാനം നടത്തി, എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫർ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് നമ്മുടെ സ്വാർത്ഥമായ ചിന്താഗതി എന്ന് പറയുന്നത് പാർട്ടിയിൽ കൊണ്ടുവരുമ്പോൾ. ഈ പാർട്ടി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സംഭവമാണ്. ആ സംഭവത്തിലേക്ക് ഈഗോപരമായ കാര്യങ്ങളും സ്വാർത്ഥമായ കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഒരു സമൂഹത്തിൽ മൊത്തം സ്പ്ലിറ്റ് ആക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർത്ത് കളയുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറും എന്നാണ് എൻ്റെ ഒരു നിഗമനം. തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളും, ഇനി എനിക്ക് BJP ഇഷ്ടമാണ്, അതേപോലെ തന്നെ LDF-നെ ഇഷ്ടമാണ്, UDF-നെ ഇഷ്ടമാണ്, എല്ലാ പ്രസ്ഥാനങ്ങളും ഇഷ്ടമാണ്. പക്ഷേ അതിലെ കുറച്ച് ആൾക്കാർ, പാർട്ടിയെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിലെ കുറേ ആൾക്കാർ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, സമൂഹത്തിലെ പ്രവർത്തകരെ മാറ്റി നിർത്തുന്നുണ്ട്, അതേപോലെ തന്നെ സ്വാർത്ഥമായ ചിന്താഗതി മാത്രം വെച്ച് സമൂഹത്തിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകളുണ്ട്, അക്രമം പുറപ്പെടുവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പാർട്ടികളുടെ ഈ മാതിരിയുള്ള സേവനങ്ങൾ പല അണികളുടെയും പിന്നിൽ വരുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ കൈവിടുകയാണ്. അവരുടെ മുന്നിലൊരു ചോദ്യം, എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? ജനാധിപത്യ രാജ്യത്ത് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഉദാഹരണത്തിന് എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് അമ്മാവും പറയുന്നത്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുന്നു, ഹരിതകർമ്മസേന, ഗ്യാസ്, കറണ്ട് ബില്ല്, വാഹനത്തിൻ്റെ ടാക്സ്, ലോട്ടറി, മദ്യം, ഇതെല്ലാം ടാക്സുകൾ വാങ്ങിയിട്ട് 100 രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 50 രൂപ അവർക്ക് തിരിച്ചു കൊടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് തന്നെ തിരിച്ചു കയറുന്നു അല്ലേ? എല്ലാ പാവപ്പെട്ടവനെയും വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേന വരും. പ്ലാസ്റ്റിക് വലിയ വലിയ കമ്പനികളാണ്, അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധാരണ ഓരോ ജനങ്ങളും കഷ്ടപ്പെടേണ്ട പൈസ മാസാമാസം കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. ഇതൊക്കെ സർക്കാരും വാർഡ് മെമ്പറും പഞ്ചായത്തും ഒക്കെ കാണേണ്ട ആൾക്കാരാണ്. കാരണം കുറേ ആൾക്കാർക്കൊക്കെ ഗതി ഉണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഗതിയില്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ മുന്നിലേക്ക് ഒരു ബാഡ്ജും കൊടുത്ത് ഭീഷണിപ്പെടുത്താൻ വിടുമ്പോൾ വലിയൊരു ബില്ലും കൊണ്ട് വരുമ്പോൾ വലിയ കഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. 4 വർഷം വാടകയ്ക്ക് ഞാൻ വെച്ചിട്ട് ഒരു വാടക ചീട്ട് ഒപ്പിച്ചിട്ടാണ് ഞാനൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യം എനിക്ക് കിട്ടിയത് APL കാർഡാണ്. അതിനുശേഷം ഞാൻ 1 വർഷത്തോളം കയറി ഇറങ്ങിയിട്ട് ഞാനത് BPL കാർഡാക്കി. കളക്ട്രേറ്റ്, വില്ലേജ്, പഞ്ചായത്ത് 1 വർഷത്തോളം അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ഞാൻ BPL കാർഡാക്കി. 6 മാസത്തിനകം ഇത് എടുത്ത് മൂളിക്കളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ അറിയാൻ നമുക്ക് പഠിക്കാൻ കഴിയണം. നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ പഞ്ചായത്ത്, ഇതൊക്കെ നമ്മുടെ വാർഡിൽ ഒന്ന് ഇറങ്ങണം. അത്യാവശ്യം ഇറങ്ങി അവരുമായിട്ട് ഇടപഴകുമ്പോഴാണ് ഓരോരുത്തരെയും അവസ്ഥ മനസ്സിലാവുന്നത്. തുറന്നു പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നും മനുഷ്യന്റെ മനസ്സിലെ ഒരു അണയാത്ത ദീപമായി സൂക്ഷിക്കും അവരുടെ ഓരോ പ്രവൃത്തികളും. എങ്കിൽ ഈ പറയുന്ന പുണ്യപരമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിലനിൽപ്പ് കാണില്ല. ചിലപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്യും, എല്ലാ ആനുകൂല്യം മേടിച്ച് വെച്ചിട്ട് നാളെ തിരിഞ്ഞു കുത്തുന്ന ആൾക്കാരും ഉണ്ട്. അത് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല, അത് മനുഷ്യന്റെ ഒരു പ്രോസസ്സാണ്. എങ്കിൽ തന്നെ നമ്മുടെ ദൗത്യം, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം കറക്റ്റായി നിർവഹിക്കണമെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റേഷൻ കാർഡിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, ഇത് തിരക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു പഞ്ചായത്ത് വീട്ടിൽ ഒരു വയലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് BPLകാർക്കൊക്കെ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ BPL കാർഡ് APL ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘടനയിൽ പെടുത്താതെ ഏകദേശം 3000 രൂപ വാട്ടർ ബില്ലാണ് ഞാൻ അടച്ചില്ല. കാരണം എനിക്ക് അർഹതപ്പെട്ട സാധനം ഒരു പഞ്ചായത്ത് വീട്ടിൽ കിടക്കുന്നവനെ ഈ APL കാർഡ് ആക്കി തന്നിട്ട് ഞാൻ വെള്ളത്തിന് പൈസ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് അനീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് അടച്ചതുപോലെ. പക്ഷേ 3000 രൂപ കഴിഞ്ഞപ്പോൾ അവരന്തസ്സായിട്ട് വന്ന് കട്ട് ചെയ്യും. അപ്പോൾ വഴിയിൽ ഒരു വഴിവിളക്കില്ല, പിന്നീട് കുടിവെള്ളമില്ല, കിട്ടുന്ന ആനുകൂല്യങ്ങൾ റേഷൻ കട, അതിൽ പൈസ കൊടുത്ത് സാധനം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ APL കാർഡ് ആക്കിയതിൻ്റെ പേരിൽ എനിക്ക് ലഭിക്കുന്നതുമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നു. പക്ഷേ തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.